ഹായ് ഫ്രണ്ട്സ്, നമുക്ക് വളരെ ഈസി ആയിട്ടുള്ളതും എന്നാൽ നല്ല സ്പെഷ്യൽ ടേസ്റ്റ് ഉള്ളതുമായ ഒരു ഹോം മെയ്ഡ് ചോക്ലേറ്റ് നമുക്ക് വീട്ടിൽ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കാം. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് റെസിപ്പിയാണ്. വെക്കേഷൻ ടൈമിലേക്ക് കുട്ടികൾക്ക് നമുക്ക് സ്പെഷ്യലായിട്ട് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഈ ഒരു ഹോം മെയ്ഡ് ചോക്ലേറ്റ് റെസിപ്പി എങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കാം. വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ ആദ്യം ഡേറ്റ്സ് ആണ് എടുക്കുന്നത്. ഇപ്പോൾ ഇത് ഒരു 20 അല്ലെങ്കിൽ 25ഓളം ഡേറ്റ്സ് കാണും. അപ്പോൾ നമുക്കിതൊന്ന് കഴുകിയെടുത്ത ശേഷം ഇതിൻ്റെ കുരുവെല്ലാം കളഞ്ഞൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ വലിയ ഡേറ്റ്സ് ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നിങ്ങളൊരു 15 എണ്ണം എടുത്താൽ മതി. ഇപ്പം ഞാനിവിടെ ഒരു 25 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുരുവെല്ലാം കളഞ്ഞ് ഇതെല്ലാം നോക്കി ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത ശേഷം ഇതുപോലെ ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ ഡേറ്റ്സും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഡേറ്റ്സൊക്കെ കുട്ടികൾക്ക് ഒരുപാട് ഹെൽത്തിയാണ്. അതുമല്ല ബ്ലഡ് വെക്കാനൊക്കെ നല്ലതാണ്, എല്ലാവർക്കും തന്നെ അറിയാമല്ലോ. ഇനി നമ്മളിതിലേക്ക് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു പിടി നട്ട്സാണ്. അപ്പോൾ ഒരു പിടി നട്ട്സ് എന്ന് പറഞ്ഞാൽ ഒരു 20 എണ്ണം ഇതും കാണും. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള നട്ട്സും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടി നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു പരുവത്തിൽ അരച്ചെടുക്കണം. നന്നായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. നട്ട്സും ഡേറ്റ്സും എല്ലാം കൂടെ നല്ല മിക്സായിട്ട് ഇതുപോലെ നല്ല കുഴഞ്ഞു വരും. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അരച്ചെടുക്കണം. ഇനി ഇത് നമുക്കൊരു മിക്സിംഗ് ബൗളിലേക്ക് മാറ്റാം. അതിനുശേഷം ഇത് നമുക്ക് നന്നായിട്ട് എല്ലാം കൂടി ഒരു ബോൾ ഷേപ്പിൽ നമുക്കൊന്ന് കുഴച്ച് ഉരുട്ടിയെടുക്കാം. അപ്പോൾ വേണമെങ്കിൽ വൈറ്റ് സെസ്മി സീഡില്ലേ, വൈറ്റ് എള്ള് വേണമെങ്കിലും ഈ ടൈമിൽ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ ഡേറ്റ്സും നട്ട്സും മാത്രമേ ഇതിൽ ചേർത്തിട്ടുള്ളൂ. ഇതേപോലെ നന്നായിട്ടെല്ലാം കൂടെ ഒരു ബോളാക്കി എടുക്കണം. ഇനി നമ്മൾ കുറച്ച് നെയ്യൊന്ന് കയ്യിൽ തടവിയതിന് ശേഷം ഇതുപോലെ നമുക്ക് ഈ ബോളിനെ ചെറിയ ചെറിയ ബോളുകളാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് നെയ്യ് തടവി കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് എല്ലായിടത്തും എത്തുന്ന രീതിയിലൊന്നാക്കിയിട്ടുണ്ട്. കുട്ടികൾക്ക് നെയ്യ് വളരെ നല്ലതാണല്ലോ. അപ്പം നെയ്യ് എടുക്കാം. ഇനി നമ്മളിതിനെ ഇതുപോലെ കയ്യിൽ വെച്ച് ഒന്ന് ചെറിയ ചെറിയ ബോളുകളാക്കി മാറ്റണം. അപ്പോൾ നമ്മൾ ഈ ഒരു ഷേപ്പിൽ എല്ലാം ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലായിട്ട് അടുത്തായിട്ട് ചേർക്കുന്നത് നമ്മുടെ ഡാർക്ക് കോമ്പൗണ്ടാണ്. നമുക്കിത് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ വാങ്ങാൻ കിട്ടും. ഇതുപോലെ ഡാർക്ക് കോമ്പൗണ്ട് നമുക്കൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ചോക്ലേറ്റ് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ടും ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പീസായിട്ട് ഇട്ട് കൊടുത്താലും മതി, ഉരുകി കിട്ടിക്കോളും. അപ്പോൾ ഈ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുമ്പം ആ പാത്രത്തിൽ വെള്ളമൊന്നും പാടില്ല. വെള്ളം വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് മെൽറ്റായി കിട്ടുകയില്ല. ഇനി പകുതി മെൽറ്റായ ചോക്ലേറ്റിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ്ക്ക് പകരം വേണമെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ നെയ്യ് ചേർത്താണ് ഇതൊന്ന് ബാക്കി മെൽറ്റ് ചെയ്യുന്നത്. ഇപ്പം നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇരിക്കണം. ഇനി നമ്മൾ ഒരു ചോക്ലേറ്റ് എല്ലാം ഒന്ന് സെറ്റാക്കാനായിട്ടുള്ളൊരു മോൾഡാണ് എടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മളൊന്ന് നെയ്യൊന്ന് തടവി കൊടുത്ത ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഡേറ്റ്സിൻ്റെയും നട്ട്സിൻ്റെയും കൂടെ മിക്സ് ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കണം. നമ്മളിപ്പം ഇവിടെ ഡേറ്റ്സും നട്ട്സും ആണ് എടുത്തിരിക്കുന്നത്. അതിന് പകരമായിട്ട് ഡേറ്റ്സിൻ്റെ കൂടെ നമ്മൾ നിലക്കടലയില്ലേ, കടല തൊലി കളഞ്ഞ ശേഷം നട്ട്സിൻ്റെ കൂടെ വേണമെങ്കിൽ അതും പൊടിച്ച് ചേർത്ത് നമുക്ക് ഇതേപോലെ തന്നെ തയ്യാറാക്കാവുന്നതാണ്. നട്ട്സിന് പകരം നിലക്കടല യൂസ് ചെയ്യാം, വളരെ ഗുണമുള്ളതാണ് അതാണെങ്കിലും. അപ്പം നമുക്ക് എന്താണോ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അത് നമ്മൾ എടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ബദാമോ എന്താണോ നമ്മുടെ അടുത്തുള്ളത് അത് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതെല്ലാം മോൾഡിൽ സെറ്റ് ചെയ്തെടുത്ത ശേഷം ഇതേപോലെ മെൽറ്റ് ചെയ്തെടുത്ത ചോക്ലേറ്റ് നമുക്കിനി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഒന്നെങ്കിൽ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടോ, അല്ലെങ്കിൽ ഇനി പൈപ്പിംഗ് ബാഗ് ഇല്ലെങ്കിൽ ഇതേപോലെ ഒരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഫുള്ളായിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് ഒഴിച്ച് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം.
ഇതുപോലെ നമ്മൾ കുട്ടികൾക്ക് നല്ല ഹെൽത്തി ആയിട്ട് ആ ചോക്ലേറ്റൊക്കെ തയ്യാറാക്കി കൊടുക്കുന്നതെങ്കിൽ അവർക്ക് ഒരുപാട് ഇഷ്ടമാവുകയും ചെയ്യും, നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കുകയും ചെയ്യാം. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ചോക്ലേറ്റാണ്. അപ്പോൾ ഇതിനകത്ത് ഡേറ്റ്സും നട്ട്സും ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ടും നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിരിക്കുന്നതുകൊണ്ടും നമുക്ക് ധൈര്യമായിട്ട് കുട്ടികൾക്ക് കൊടുക്കാം. അപ്പം നമ്മൾ കുഞ്ഞു കുട്ടികൾക്ക് വേണമെങ്കിൽ ഈ ചോക്ലേറ്റ് ചേർക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഡേറ്റ്സും നട്ട്സും മാത്രമായിട്ട് വെച്ചിട്ടില്ലേ, അങ്ങനെ വേണമെങ്കിലും ഒരു ബോൾ പോലെ ആ ഷേപ്പിലൊക്കെ ആയിട്ട് ഉരുട്ടി കൊടുക്കുകയാണെങ്കിലും അവർക്കത് നല്ല ഹെൽത്തിയാണ്. അപ്പോൾ നമ്മൾ മോൾഡിൽ ചോക്ലേറ്റ് ഒഴിച്ച ശേഷം ഇതുപോലെ ഇനി അതിൻ്റെ മുകളിലായിട്ട് ഞാനിവിടെ ചേർക്കുന്നത് സെസമി സൈഡാണ്, വൈറ്റ് എള്ളാണ് ചേർക്കുന്നത്. അപ്പം വൈറ്റ് എള്ള് ഇതുപോലെ ചേർക്കുന്നതിന് പകരമായിട്ട് വേണമെങ്കിൽ നമുക്ക് നട്ട്സ് പൊടിച്ചതും ചേർക്കാവുന്നതാണ്. അപ്പോൾ ഈ വൈറ്റ് എള്ളെന്ന് പറഞ്ഞാൽ നല്ലതാണ്. ഈ എള്ള് നമുക്ക് ബ്ലഡ് വെക്കാനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഇതിനകത്ത് കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പീസ് മാത്രം ചേർത്തുണ്ടാക്കിയ ഒരു ഹോം മെയ്ഡ് ചോക്ലേറ്റാണ്. അപ്പം നമുക്കിനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. ഫ്രീസറിൽ വെക്കുവാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും. അപ്പോൾ അധികം താമസമൊന്നും ഇല്ലാതെ വളരെ പെട്ടെന്ന് നമുക്ക് കുട്ടികൾക്ക് വെയിറ്റ് ചെയ്യാതെ തന്നെ സെറ്റാക്കി കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ആ വൈറ്റ് എള്ളൊക്കെ നല്ല കറക്റ്റായിട്ട് തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് മോൾഡിൽ നിന്നൊന്ന് എടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് നോക്കിക്കോണം, നല്ല കിടിലൻ ടേസ്റ്റുമാണ്, നല്ലൊരു ഷേപ്പുമാണ്. ഇപ്പം കണ്ടില്ലേ, നല്ല ഡേറ്റ്സും നട്ട്സും എല്ലാം ചേർത്തുള്ള ചോക്ലേറ്റ് നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ തികച്ചും വ്യത്യസ്തമാണല്ലേ. അപ്പോൾ കുട്ടികൾക്ക് ഉറപ്പായിട്ട് ഇത് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും. അതിൻ്റെ താഴത്തെ ലെയറിൽ നമ്മൾ നട്ട്സും ഡേറ്റ്സും ആണ്, മുകളിലത്തെ ലെയറിൽ ചോക്ലേറ്റുമാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് ഇത് കാണുമ്പോൾ തന്നെ വളരെ ഇഷ്ടമാവും. കണ്ടില്ലേ, നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ടേസ്റ്റാണ് കേട്ടോ. നട്ട്സും ആ ചോക്ലേറ്റും എല്ലാം കൂടെ നമുക്ക് മിക്സായി കിട്ടുമ്പോൾ വളരെ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് മോൾഡിൽ നിന്നും എല്ലാം ഒന്ന് മാറ്റി സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത് കുട്ടികൾക്ക് നമ്മൾ ഇതുപോലെ അവരുടെ ബർത്ത്ഡേ ടൈമിലോ പാർട്ടി ടൈമിലൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിലും നല്ല സ്പെഷ്യലായിട്ട് നമുക്ക് തയ്യാറാക്കി കൊടുക്കാവുന്നേ ഉള്ളൂ. ഞാൻ ഇവിടെ നട്ട്സിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ സാധാരണ നിലക്കടലയില്ലേ, നിലക്കടല വെച്ചിട്ടും ചെയ്തെടുക്കാം. അപ്പം നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കിടിലൻ ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ കഴിച്ച് നോക്കിയിട്ട് ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് ഹോം മെയ്ഡായിട്ട് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഈ വെറൈറ്റി ചോക്ലേറ്റ് റെസിപ്പി നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മളിനി ഇത് ചോക്ലേറ്റ് റെഡിയാക്കിയിട്ട് ഇതുപോലെയുള്ള ഒരു കണ്ടെയ്നറിലാക്കി അടച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുറേ ദിവസം ഇരുന്നോളും. അവർക്ക് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ ധൈര്യമായിട്ട് നമുക്ക് ചോക്ലേറ്റ് കൊടുക്കുകയും ചെയ്യാം. കടയിൽ നിന്ന് വാങ്ങിക്കുന്നതൊക്കെ, ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന കൊടുത്ത് നമുക്ക് ടെൻഷൻ ആവുകയും വേണ്ട. അപ്പോൾ ഈ കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള ഹോം മെയ്ഡ് ചോക്ലേറ്റ് റെസിപ്പി നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.